दो गोनी का 27 आएगा, तेरे लिए 100 रुपये मान रखूँगा बस। हाँ 28 होता है, 27 होएगा। सब छाना गिरा के लिए वो भी पता था तेरे कुछ नहीं है। 25 में 1200 नहीं आलू है, नहीं आलू है। पूरा നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അജഗർ ഭായി മുംബൈയിൽ നിന്ന്. ഞങ്ങൾ നാട്ടിൽ കാണാത്ത കുറേ ഇലകൾ ഇത് പാലക്ക്. वो दुनिया पता मेथी 40 वाला 30 वो लेके गया. വേറെ കണ്ടോ ചമ്മി പോലത്തെ നമ്മളെ കനാലെല്ലാം കാണുന്ന ചമ്മിയില്ലേ, അതേപോലത്തെ ചപ്പ. അടിപൊളിപ്പഴം. കച്ചവടക്കാരൻ പാവം. വേറൊരു വെറൈറ്റി മൂളിയാണ് അല്ലേ, മൂളിച്ചപ്പ്. അതിൻ്റെ റെഡ്, അതിൻ്റെ കാവൽക്കാരൻ. അതെ മനസ്സിലാക്കില്ല. അങ്ങനെ കുടിവെള്ളത്തിൻ്റെ ബോട്ടിൽ ആൾ സെലവ്. അങ്ങനെ ബെൻസി ഫുഡ്. ഫാമിലി റെസ്റ്റോറൻറ്റ് ബെൻസി. Akbar Travels of India. അതിൻ്റെ സെക്യൂരിറ്റി 1900 ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് നാസർ ഭായി മുംബൈയിലെത്തി. ചരിത്രം അറിയാൻ കഴിഞ്ഞത് സത്യമാണെന്നറിയില്ല, എങ്കിലും പറയാം
ഇവിടെ വന്നു മുംബൈയിൽ നാരങ്ങ വിറ്റ് ചരിത്രമുണ്ടെന്ന്. അതായത് ഫ്രൂട്ട്സ്, നാരങ്ങ, അമാര ഐറ്റംസ്. നാരങ്ങ വിറ്റ് നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ഒരുപാട് സ്ഥാപനമായി. ട്രാവൽ, ഹോട്ടൽ, ലോഡ്ജ്, ബസ്. അങ്ങനെ ബസ് ഇപ്പം കാണുന്നില്ല. ബെൻസിൻ്റെ ബസ്, ബെൻസിയുടെ ബസ് അങ്ങനെയല്ല ഇപ്പോൾ ഓടുന്നത് കാണുന്നില്ല. ബസ് നിന്നോ എന്ന് സംശയമുണ്ട്. ഇതാണ് അപ്പ ട്രാവൽസിൻ്റെ ഗല്ലി. ബംഗാളിപ്പുരയുടെ സൈഡ് സ്ഥാപനം. എന്തായാലും നാസർ ഖാൻ്റെ ബിസിനസ് പഠിച്ചൊന്നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ഒരുപാട് പണിക്കാർ പണിയെടുക്കുന്ന സ്ഥാപനങ്ങൾ ലോകമാണിത്. ഇന്ത്യയിലായിരിക്കട്ടെ, ഇന്ത്യയിൽ പുറത്തും അപ്പ ട്രാവൽസിൻ്റെ ബ്രാഞ്ച് ഉണ്ട് എന്ന് അറിഞ്ഞു. എന്നാൽ സന്തോഷമുള്ള കാര്യം, മൂപ്പരുടെ ബിസിനസ് പഠിച്ചോ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിന് മുമ്പ് അവിടെ ഫുഡൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അവിടെ ഫുഡിൻ്റെ വില കുറവാണ്. ഉച്ചക്ക് ചോറും ചാറും അതിൻ്റെ സെറ്റും കഴിച്ചതിന് വേറെ 250 റുപ്യയുള്ളൂ. അത് ബോംബെയിൽ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പൈസയാണ്. അങ്ങനെ ചോറ് കഴിക്കുമ്പോൾ സ്പെഷ്യലൊന്നും വാങ്ങിയിട്ടില്ല, വാങ്ങാതെ പോണതിന്. കാരണം ട്രൗസർ കഴിഞ്ഞു പോകുന്നു. അന്ന് ട്രൗസർ ഇടാത്തതുകൊണ്ട് ഞാൻ കുറച്ചും വാങ്ങിയിട്ടില്ല. പിന്നെ ബോംബെയിലെ ദർഗ റൂട്ട് മേലെയുള്ള ഇവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒരേ പോലെയാണ്. ഞങ്ങളെ ദർഗേൻ്റെ ഒരു കാവൽക്കാരൻ മെയിൻ റോഡുമ്പോൾ തന്നെയുള്ള ഒരു പ്രശ്നമില്ല ആർക്കും. പ്രശ്നങ്ങളെല്ലാം കിടക്കുന്ന കേരളത്തിലാണ്. എന്ത് പറഞ്ഞാലും ഫുള്ള് പ്രശ്നമാണ്. ചർച്ച കേരളത്തിലാണ് ഫുള്ള് ചർച്ച. അങ്ങനെയാ ഇങ്ങനെയാ. ഇപ്പം തന്നെ അജ്മീർ അന്വേഷിച്ചപ്പോൾ ഒരു പ്രശ്നം അവിടെയില്ല. ഓരോരുത്തർ ഈ ദർഗയിൽ വന്ന് പൂവ് ഇട്ടപ്പോൾ അല്ലല്ലേ എന്തൊരു വിശാലമായില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുവന്ന കൊടിയുണ്ട്, കാവി കൊടിയുണ്ട് ദർഗേൻ്റെ മുകളിൽ. പിന്നെ കരിമ്പ് ജ്യൂസ്, എന്താ നീളം കരിമ്പ് അല്ലേ. ഓ, അതിൻ്റെ അറ്റം കാണുന്നില്ലല്ലോ. അറ്റം കണ്ട് ഇതാ ഒരു ഗ്ലാസ്സിന് 15 റുപ്യയുണ്ട്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ 30 റുപ്യ കാണിക്കുന്നു. എന്താ ചെയ്യും? കട തുറന്നിട്ടില്ല കേട്ടോ, ഇപ്പം തുറക്കുകയുള്ളൂ. ഇവിടുത്തെ ഉറപ്പ് ഇങ്ങനെയൊക്കെയാണ്. ഫുട്പാത്തിൽ ഓർക്കുന്നു, എന്താ സുഖമായിട്ട് ഓർക്കുന്നു. ചെങ്ങായിൻ്റെ കോടികൾ വിലയുള്ള സാധനം കയ്യിൽ തന്നെ ഉണ്ട്. അത് കൈ പിടിച്ചിട്ട് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ആ സാധനം ആരും അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. അതുകൊണ്ട് വളരെ ഭദ്രമായിട്ട് അവൻ സാധനം സൂക്ഷിച്ചിട്ടുണ്ട്. കിടന്നുറങ്ങുന്നു, സുഖമായിട്ട് ഉറങ്ങും. അതാണ് മുംബൈ. ഗുഡ് മോർണിംഗ്. ഷാം ന്യൂസ് ഇന്ന് മുംബൈ മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ കാണിച്ചത് മുംബൈയിലെ കാര്യങ്ങളാണ്. ഇനി ഞങ്ങൾ കേരളത്തിലേക്ക് പോകാം. പിന്നെ നമ്മൾ കണ്ണൂർ കള്ളനെ പരിപാടി, സാധുവായ കള്ളൻ, അയൽവാസിയും ദരിദ്രവാസിയുമായ കള്ളൻ. വളരെ കഷ്ടപ്പാടിലാണ് ചെന്നൈയിൽ നീങ്ങിപ്പോയത്. വെൽഡിങ് പണിയാണ്, മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പോൾ കഷ്ടപ്പാട് തീരാൻ വേണ്ടി അവൻ കട്ടതാണെന്ന് പറഞ്ഞു. വെലിങ്ങനൊന്നും കണ്ടിട്ടില്ല. ഒരു 300 പവന് ഒരു കോടി. എന്താ ചെയ്യുക? കക്കാനാ പഠിച്ചിട്ടുള്ളൂ, നേരെയും പഠിച്ചിട്ടില്ല. അതാണല്ലോ അവൻ്റെ ഷർട്ടുമെല്ലാം പിടികൂടി. അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഒരു കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടു.
ഫസ്റ്റ് വീഡിയോ വന്ന് ചേർത്തല, പിന്നെ പറഞ്ഞ് നാദാപുരം, പിന്നെ പറഞ്ഞ് ആറാട്ട്, ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ സിറ്റി വെളിയാണ്ടിയിൽ വരെ എത്തി ആ വീഡിയോ വെളിയാണ്ടിയിൽ. പക്ഷേ ആ വീഡിയോ പിടിച്ചാളുടെ സംസാര ശൈലി കണ്ടപ്പോൾ മനസ്സിലായത് കേരളത്തിൻ്റെ അങ്ങേയറ്റം ചേർത്തല ഇങ്ങോട്ടായിരിക്കും. എന്തായാലും പൂർവ്വസംഘം ഇങ്ങോട്ട് വരെ എക്സ്ട്രാ പാസ്പോർട്ടൊന്നും വേണ്ടല്ലോ. അപ്പോൾ കള്ളന്മാരുടെ ശ്രദ്ധിക്കുക. അങ്ങനെ തലവനെ വിളിച്ച് കുറവാ സംഘത്തിലെ തലവൻ, അങ്ങനെ അവരെയും വിളിച്ച് മറ്റേ കണ്ണൂർ സാധുവായ ഒരു കള്ളനെ അങ്ങനെയും വിളിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കള്ളന്മാരിങ്ങനെ പിടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കക്കുന്നത്? ഞങ്ങളുടെ നാട്ടിലെ ഭരണം കൊണ്ടാണ്. കേന്ദ്ര കേരള ഭരിക്കുന്ന ആൾക്കാരുടെ ഫലം കൊണ്ടാണ് കള്ളന്മാരുടെ എണ്ണം കൂടുന്നത്. കാരണം ആർക്കും തൊഴിലില്ല. എന്താ ചെയ്യുക? എല്ലാ സ്ഥലത്തും തീവില. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഗംഭീരമായ മഴ, വെള്ളപ്പൊക്കം. ഇപ്പോൾ പച്ചക്കറിക്ക് ഡബിൾ റേറ്റ് ആയിട്ടുണ്ടാകും. എല്ലാത്തിനും റേറ്റ് കൂടുന്നു. ഇപ്പോൾ കറണ്ട് ബില്ല് കൂടുന്നു. ഇപ്പോൾ കറണ്ട് ബില്ല് കൂടുമ്പോൾ ആരൊന്നും അനങ്ങുന്നില്ല. കാരണം മുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ, UDF ഭരിക്കുമ്പോൾ എന്തിനെങ്കിലും വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഇടതു മുന്നണി അതിൻ്റെ സമരത്തിനിറങ്ങും. ഇപ്പോൾ ഇടതു മുന്നണിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ആരും സമരത്തിനിറങ്ങുന്നില്ല. എന്താ ചെയ്യുക? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ബില്ല് കൂട്ടുന്നു. എന്തായിരിക്കട്ടെ, എല്ലാ സ്ഥാപനത്തിലും ഇപ്പം വില കൂട്ടിക്കൊണ്ടിരിക്കുക. 1400 രൂപ അടക്കേണ്ട അടുത്ത് വീട്ടിൻ്റെ പെർമിറ്റ് 1400 രൂപയായിരുന്നു. ഇപ്പോൾ ഞാൻ അടിച്ചത് 24,500 രൂപ. എന്നിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിളി വന്നു, അവിടെ 60% ഡിസ്കൗണ്ട് ആക്കിയിട്ടുണ്ട്, ബാക്കി പൈസ മേടിച്ചത്. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ 24,000 നിന്ന് 8,000 രൂപ തിരിച്ചു തരാം. 100% കൂട്ടിയിട്ട് 150%, 200% വരെ കൂട്ടിയിട്ട് 60% കുറച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ 1400 അടക്കേണ്ട അടുത്ത് ഇപ്പം 17,000 സംതിങ് അടക്കണം പോയി. എന്താ ചെയ്യുക? അതുകൊണ്ടത് കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റോപ്പായി, ആർക്ക് പണിയില്ലാണ്ടായി, കള്ളന്മാരുടെ എണ്ണം കൂടി. കാരണം ജീവിക്കണ്ടേ? അപ്പോൾ ഷാംഖ ന്യൂസ് ഒരു തെറ്റ് പറ്റിക്കട്ടെ. ആദ്യം ഷാംപോ അല്ല, ഷാംഖ. അസ്ഗർ ഭായ് ഷാംഖ ന്യൂസ്. ഓക്കെ.